Good morning. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇത് വീക്കെൻഡിൽ മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസത്തെയും ഒരു റുട്ടീനാണ്. രാത്രി നമ്മൾ കഴുകി വെച്ച എല്ലാ പാത്രങ്ങളും അതതിൻ്റെ സ്ഥാനത്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ കഴിവതും നമ്മൾ തലേദിവസം നൈറ്റ് തന്നെ കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഉറങ്ങാൻ പോകാൻ നോക്കുക. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ ഒരു ക്ലീനായിട്ടും ഓർഗനൈസ്ഡായിട്ട് കിടക്കുന്ന കിച്ചൺ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമ്മുടെ ആ ദിവസം തുടങ്ങാൻ തന്നെ ഒരു പ്രത്യേക ഉന്മേഷമൊക്കെ നമുക്ക് കിട്ടും. കിച്ചൺ ക്ലീനിങ് തുടങ്ങുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചും അതുപോലെ ഡിന്നറിനുള്ള പ്രിപ്പറേഷൻസും ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 പ്രാവശ്യം ചെയ്യേണ്ട ജോലി നമുക്കപ്പോൾ ഒരു പ്രാവശ്യമാക്കി നമുക്കത് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് എല്ലാ കുക്കിംഗ് പരിപാടിയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കിച്ചൺ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെൻ്റെ വീക്ക്ലി മെനു പ്ലാൻ അനുസരിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യണത്. ഞാനിപ്പോൾ മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്ക്ലി മെനു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് പൂരിയും മുട്ടക്കറിയാണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പൂരിയുടെ മാവ് കുഴച്ച് വെച്ചു. അപ്പോൾ അതിന് കുറച്ച് റെസ്റ്റിംഗ് ടൈം ആവശ്യമാണ്. അപ്പോൾ ആ സമയത്ത് ഞാനും ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ചൊന്ന് റെസ്റ്റ് അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ കഴിഞ്ഞിട്ട് മാത്രമാണ് ക്ലീനിങ് റൂട്ടീനൊക്കെ തുടങ്ങാറുള്ളൂ. അപ്പം ഈ കോഫി കുടിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ എനിക്കിഷ്ടമുള്ള ബുക്സ് വായിക്കും, ചിലപ്പോൾ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ. എങ്കിലും എന്തെങ്കിലും ബുക്സ് വായിക്കാനായിട്ട് ഞാൻ നോക്കും. നമുക്ക് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ബുക്സ് വായിക്കുകയോ അല്ലെങ്കിൽ ചുമ്മാ വെറുതെ ഇരിക്കുകയോ ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് മാത്രമേ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ജോലികളും നമ്മളൊരു ടൈം സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടൈം ഡിവൈഡ് ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പില്ലാതെ നമ്മൾ വിചാരിച്ച ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ എല്ലാ ജോലികളും നമുക്ക് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതെൻ്റെ മോളാണ്. അപ്പോൾ അവൾക്ക് എല്ലാ കാര്യങ്ങളും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനതിനെ നിരുത്സാഹപ്പെടുത്താറില്ല. നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം. മക്കൾ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവരെ മാറ്റി നിർത്താതെ, അവരെ ഒഴിച്ചു നിർത്താതെ അവർക്കത് ഏൽപ്പിച്ചു കൊടുക്കുക. ചെറിയ ജോലികൾ, ഒരുപാട് വലിയ ജോലികളല്ല, ചെറിയ ജോലികൾ. അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതാകുമ്പോഴേക്കും അവർക്കൊരു ഡിസിപ്ലിനും അതുപോലെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവമൊക്കെ നമ്മളറിയാതെ തന്നെ അവരിലേക്ക് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ഒരു റൂം ക്ലീൻ ചെയ്യുമ്പോഴേക്കും ആ റൂമിലുള്ള എല്ലാ കാര്യങ്ങളും തീർത്തതിന് ശേഷം മാത്രമേ അടുത്ത റൂമിലേക്ക് പോകാറുള്ളൂ. നമ്മൾ ബെഡ് ഓർഗനൈസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഓർഗനൈസ് ചെയ്യുക, ബെഡ്ഷീറ്റ് മാറ്റാനുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് മാറ്റുക, അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്യാനുണ്ടെങ്കിൽ വാഷ് ചെയ്യാനിടുക, പിന്നെ അതുപോലെ തന്നെ വൈപ്പ് ചെയ്യുക, നമ്മുടെ റൂം നന്നായിട്ട് വൈപ്പ് ചെയ്യുക, തുടയ്ക്കാനുണ്ടെങ്കിൽ തുടച്ച് അത്രയും ക്ലീൻ ആക്കിയതിന് ശേഷം അടുത്ത റൂമിലേക്ക് പോവുക. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി ക്ലീനിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം കിച്ചൺ ഒഴിച്ചുള്ള എല്ലാ റൂംസും നല്ല നീറ്റ് ആൻഡ് വെൽ ഓർഗനൈസ്ഡായി. അപ്പം പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു വെൽ അറേഞ്ച്ഡ് സ്പേസിൽ നിന്നാണ് ഒരു റിലാക്സ്ഡ് മൈൻഡും അതുപോലെ ഒരു റിഫ്രഷ്ഡ് മൈൻഡും വരുന്നതെന്നാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട് ഇതുപോലെ രാവിലെ തന്നെ നല്ല നീറ്റ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുവാണെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഹാപ്പിനെസ്സും ബാക്കിയുള്ള ദിവസത്തെ അത് ഭയങ്കര റിഫ്രഷ്ഡ് ആക്കി ഇരുത്താനായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. നിങ്ങളൊന്നും അതുപോലെ ചെയ്തു നോക്കൂ. മോർണിംഗിൽ തന്നെ നമ്മുടെ വീടൊന്ന് നല്ല നീറ്റ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇടാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. കിച്ചൺ ക്ലീനിങ്ങിന് മുന്നേ തന്നെ ഞാൻ ലഞ്ചും അതുപോലെ ഡിന്നറിനുള്ള പ്രിപ്പറേഷൻസും അതുപോലെ വീക്ക്ലി മെനു പ്ലാൻ അനുസരിച്ച് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ കിച്ചൺ ക്ലീനിങ് തുടങ്ങാറുള്ളൂ. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് സമയലാഭം തരുകയും ചെയ്യും. അതുപോലെ ഒത്തിരി സമയം നമ്മൾ കിച്ചണിൽ സ്പെൻഡ് ചെയ്തൊന്നും തോന്നത്തില്ല നമുക്ക്. പിന്നെ 3 പ്രാവശ്യം ചെയ്യേണ്ട ജോലി ഒരു പ്രാവശ്യമായിട്ട് വെട്ടിക്കുറയ്ക്കാനും പറ്റും. അതുപോലെ നമ്മുടെ ഫാമിലിയുടെ കൂടെ കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ.
ആദ്യം ഞാൻ ഗ്യാസ് സ്റ്റൗവാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ആക്സസറീസും ഒക്കെ വൺസ് ഇൻ എ വീക്ക് മാത്രമാണ് ഞാൻ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാറുള്ളൂ കേട്ടോ. ഈ ബർണറിൻ്റെ അടിയിലുള്ള ഭാഗം ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഹാർഡ് സ്റ്റെയിൻസ് ഒക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിവിടെ മാത്രമല്ല, സ്റ്റീലിൻ്റെ ഏത് പാത്രങ്ങളുണ്ടെങ്കിലും അതിലൊക്കെ ഇതുപോലെ ഹാർഡ് സ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചാൽ മതി, അതെല്ലാം പോയി കിട്ടും കേട്ടോ. നമുക്കിപ്പോൾ കിച്ചണിൽ ഹീറ്ററുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഹീറ്റർ ഓണാക്കിയിട്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴുകാൻ ഉപയോഗിക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അടുത്ത ഞാൻ ചോപ്പിംഗ് ബോർഡാണ് സ്റ്റെറിലൈസ് ചെയ്യാൻ പോകുന്നത്. ഇത് വൺസ് ഇൻ എ വീക്കെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം. എല്ലാ ദിവസവും പറ്റുവാണെങ്കിൽ നമ്മൾ ഒരു നാരങ്ങയുടെ സ്ലൈസ് ഉപയോഗിച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക. അഥവാ നിങ്ങൾക്ക് അതിന് സമയം കിട്ടിയില്ലെങ്കിൽ വൺസ് ഇൻ എ വീക്കെങ്കിലും നമ്മൾ നന്നായിട്ട് ഇതിനെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചൂടുവെള്ളം വെച്ചിട്ടാണ് ഇതിനെ നന്നായിട്ട് കഴുകിയെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം കിച്ചൺ സിങ്ക് നന്നായിട്ട് കഴുകിയെടുത്തു. അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ കൗണ്ടർ ടോപ്സ് എല്ലാം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു നാച്ചുറൽ ഡിസിൻഫെക്റ്റൻ്റാണ് ഉപയോഗിക്കുന്നത്. ഒന്നുമില്ല, ചൂടുവെള്ളം, കുറച്ച് വിനാഗിരി, കുറച്ച് ഉപ്പ്, അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഡിഷ് വാഷ് ലിക്വിഡ് എടുക്കുകയുള്ളൂ, ചെറിയൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഡിഷ് വാഷ് ലിക്വിഡ് ആഡ് ചെയ്യും. പക്ഷേ നമ്മുടെ ടേബിളും അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് റൂമിലും ബെഡ്റൂമിലും അതല്ല, കിച്ചൺ ഒഴിച്ചുള്ള ബാക്കി എല്ലാ റൂംസും ക്ലീൻ ചെയ്യുമ്പം ഇതേ സാധനങ്ങളൊക്കെ തന്നെ, വെള്ളവും വിനാഗിരിയും ഉപ്പും എടുക്കും. പക്ഷേ ഡിഷ് വാഷ് ലിക്വിഡിന് പകരം ഞാൻ ഫാബ്രിക് സോഫ്റ്റ്നറാണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക സ്മെല്ല്, നമ്മുടെ വീടിന് മുഴുവനൊരു പ്രത്യേക സ്മെല്ല് തരും കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പ് വൈപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുറത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേക്കും അതിൽ നിന്നുള്ള ഓയിലൊക്കെ ചിലപ്പോൾ തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും വൺസ് ഇൻ എ വീക്കെങ്കിലും നമ്മളിവിടെ എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു സാധനം മാത്രമാണ് ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യാറുള്ളൂ കേട്ടോ. ഇത് നമ്മൾ എല്ലാ ദിവസവും ആവശ്യം കഴിയുമ്പോൾ വൃത്തിയാക്കി വെക്കുന്നുണ്ടെങ്കിലും ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി ആഴ്ചയിൽ ഒരു സാധനം മാത്രമേ ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ കേട്ടോ. ഇത് നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് വെച്ച ചോപ്പിംഗ് ബോർഡാണ്. അപ്പോൾ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ കുറച്ച് ഓയിലാക്കിയിട്ട് നന്നായിട്ട് ഈ ചോപ്പിംഗ് ബോർഡിന് ഒന്ന് ഓയിലാക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് വഴിയായിട്ട് ഈ ചോപ്പിംഗ് ബോർഡിൻ്റെ ഡ്യൂറബിലിറ്റി കുറച്ച് ഇൻക്രീസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തത് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകുന്ന സ്പോഞ്ചില്ലേ, അതിനെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കലാണ്. അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ല ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ പാത്രം കഴുകുന്ന സ്പോഞ്ചസ് അതിനകത്തേക്ക് മുക്കി വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും മുക്കി വയ്ക്കുക. അതിന് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ടവൽസും ഇതുപോലെ തന്നെ വാഷ് ചെയ്തെടുക്കുക. ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സാധാ ഡിറ്റർജൻറ്റ് പൗഡറാണ്, നമ്മുടെ തുണിയൊക്കെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് പൗഡർ. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഇതുപോലെ തന്നെ ഒരു 15 മിനിറ്റ് മുക്കി വെച്ചു. അപ്പോൾ നമ്മൾ ചൂടുവെള്ളമല്ല തണുത്ത വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ മുക്കി വയ്ക്കുന്നതിന് പകരം തിളപ്പിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. അടുത്ത ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഉണങ്ങിയ തുണികളൊക്കെ നല്ല നീറ്റായിട്ട് മടക്കിയെടുത്ത് അതതിൻ്റെ സ്ഥാനത്ത് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം വീക്കെൻഡിലുള്ള മോർണിംഗ് ക്ലീനിങ് റുട്ടീൻ കഴിഞ്ഞു. ഇനി ശേഷം എല്ലാവരും റിഫ്രഷായിട്ട് പിന്നെ ലഞ്ച് കഴിക്കുകയാണ് ചെയ്യാറ് കേട്ടോ.
ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഈവനിങ് ടീ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ് ടീ ടൈമിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് ഞാൻ മക്കൾക്ക് വേണ്ടി ഒരുക്കാറുണ്ട്. ഇന്നത്തെ സർപ്രൈസ് എന്ന് പറയുന്നത് ഫ്രൈഡ് ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. നമ്മൾ സാധാരണ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം മുട്ടയും പാലും കൂടിയുള്ള ഒരു മിക്സിൽ നമ്മുടെ ബ്രെഡിനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിനെ ഫ്രൈ ആക്കി എടുക്കുക, ഓയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതേ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ മേളിലൊരു ചെറിയ ബട്ടർ പീസ് വെക്കുക. അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഷുഗർ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ ചെറിയ സ്പൂണിലാക്കി എടുത്തിട്ട് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് കോഫിയാണ്. അപ്പോൾ ഇന്നത്തെ സർപ്രൈസ് ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റും കട്ടൻ കാപ്പിയും കൊണ്ട് ഞങ്ങൾ ബാൽക്കണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്